ഹേ ഗൈസ്, ഇതുപോലെ നിങ്ങളുടെ പുറകിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എങ്ങനെ നിങ്ങൾക്ക് ഫോൺ വെച്ചിട്ട് ആക്സസ് ചെയ്യാം, അഥവാ ഫോണിലെ റിമോട്ട്ലി എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. RDP വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് എടുക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാം. ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല. സോ ചാനൽ സബ് ചെയ്യുക, അല്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഫോൺ വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോകോൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റിംഗ്സിനകത്തേക്ക് വരാം. സെറ്റിംഗ്സിനകത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ സിസ്റ്റം ടാബിനകത്തേക്ക് പോവാം. സിസ്റ്റം ടാബിൽ പതുക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞുമ്പോൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എൻ്റെ ഓൾറെഡി ഓൺ ആണ്, നിങ്ങളുടെ ഓൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ആക്കുക. ആൻഡ് അതിനകത്ത് വേറെ ഫീച്ചേഴ്സും സാധനങ്ങളൊന്നുമില്ല. റിക്വയർ ഡിവൈസസ് ടു യൂസ് നെറ്റ്വർക്ക് ലെവൽ ഒതന്റിക്കേഷൻ എന്നൊരു സാധനം റെക്കമെൻഡഡ് ആണ്. അത് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടേക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാൻ, വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അത് നമ്മുടെ കണക്ഷൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല. ആക്ച്വലി എന്തെങ്കിലും ഒതന്റിക്കേഷനോ പാസ്വേഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാവുന്ന പാസ്വേഡ് തന്നെയായിരിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ അത് ഈ ഒരു സാധനം എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡിവൈസ് റിമോട്ട് ഡെസ്ക്ടോപ്പ് വഴി ആക്സസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാര്യം അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂസർ നെയിം ആണ്. അത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെറ്റോക്കർ ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ യൂസർ നെയിം ആണ് ഉള്ളത്. ആൻഡ് നിങ്ങൾ ഏത് ഗൂഗിൾ ഡ്രൈവോ ഏത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ടാണ് ഈ വിൻഡോസിനകത്തേക്ക് നിങ്ങൾ കയറിയേക്കുന്നത്, അതിന്റെ പാസ്വേഡ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് RDP വഴി ലോഗിൻ ചെയ്യുമ്പോൾ. സോ അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ് ആണ് നമ്മൾ അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ടെർമിനലിനകത്തേക്ക് വരാം. ടെർമിനലിനകത്തേക്ക് വന്നതിന് ശേഷം IP കോൺഫിഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. IP കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ IPv4 അഡ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. ഈ അഡ്രസ്സാണ് നമ്മൾ പബ്ലിക് ആയിട്ട് നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ ആക്സസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ആൻഡ് ഇത് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് സ്റ്റോറിനകത്ത് അഥവാ പ്ലേ സ്റ്റോറിനകത്ത് പോയതിനു ശേഷം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വിൻഡോസ് ആപ്പ് മൊബൈൽ എന്ന് പറഞ്ഞുള്ള സാധനം കിട്ടും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിമോട്ട് ഡെസ്ക്ടോപ്പിന്റെ RDP കണക്ഷൻ ക്ലയൻസ് അഥവാ കണക്ഷൻ ആപ്പുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വിൻഡോസ് ആപ്പ് മൊബൈൽ എല്ലാ ആപ്പ് സ്റ്റോറിനകത്തും പ്ലേ സ്റ്റോറിനകത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് ഓപ്പൺ ആകുമ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത്. നിങ്ങൾ ചുമ്മാ അലോ ചെയ്ത് കൊടുക്കുക. ലോക്കൽ നെറ്റ്വർക്കിനകത്ത് ബ്ലൂടൂത്ത് അലോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ശേഷം നിങ്ങൾ പ്ലസ് കൊടുക്കുക ആൻഡ് PC കൊടുക്കുക. PC കൊടുത്തതിന് ശേഷം PC നെയിം അഥവാ ഹോസ്റ്റ് നെയിം or IP അഡ്രസ്സിന്റെ അവിടെ നമ്മൾ ഇപ്പോൾ കാണുന്ന IPv4 അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ആ ഒരു IPv4 അഡ്രസ്സ് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളോ ചേഞ്ചസോ വന്നോ, എന്തൊക്കെയാണ് നമ്മുടെ സ്ക്രീനിനകത്തുള്ളത് എന്ന് അതേപോലെ തന്നെ കാണണ്ടേ. നമ്മളിവിടെ 2-3 ടാബുകളും ഈ ഒരു ഫയൽ എക്സ്പ്ലോററും ഔട്ട്ലുക്കും എല്ലാം ഓപ്പൺ ആക്കിയിട്ടേക്കാം നമുക്ക് ഇതിനകത്ത്. സോ അത്രയും സാധനങ്ങൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ടൈലായിട്ട് നിങ്ങൾക്ക് വരുന്ന കാണാൻ പറ്റും. ആ ഒരു ടൈലിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ ഐഡിയും പാസ്വേഡും ചോദിക്കും. ആൻഡ് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇൻസ്റ്റന്റ്ലി നമ്മളിവിടെ ഈ ഒരു ഫോണിനകത്ത് കണക്ട് ആവുകയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ PC-യിലുള്ള അഥവാ കമ്പ്യൂട്ടറിന്റെ ആ ഒരു ഇത് ലോഗ് ഔട്ട് ആവുകയും ചെയ്യുന്നതാണ്. ആൻഡ് നമ്മൾ ഫോൺ വഴി ഈ ഒരു സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മൗസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമുക്ക് കീബോർഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇത് ആക്സസ് ചെയ്യാനുള്ളതിന്റെ ഫുള്ളി ആക്സസ് നമുക്ക് ഇവിടെ സാധനം സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട സ്ക്രീന് നീക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ നീക്കാം. കാര്യങ്ങളെല്ലാം ചെയ്യാം. ഫോൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ റിമോട്ട് ഡെസ്ക്ടോപ്പ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മുടെ ആക്സസ് സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.